അയോധ്യ രാമക്ഷേത്രത്തിലെ ഫണ്ട് തട്ടിപ്പിൽ കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് സുപ്രീം കോടതിക്ക് കത്ത്. അഭിഭാഷകൻ അനൂപ് പ്രകാശ് ആ അവസ്ഥയാണ് കത്ത് അയച്ചത്. സ്വമേധയാ കേസെടുത്ത് കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്ന് ആവശ്യം. ബി ബാലുഗോപാൽ ചെയ്തിട്ടുണ്ട്. ബാലു, എന്തൊക്കെയാണ് വിവരങ്ങൾ? അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അവിടെ ലഭിക്കുന്ന സംഭാവനകൾ തട്ടിപ്പ് നടത്തുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉത്തർപ്രദേശ് സർക്കാർ ഒരു SITക്ക് രൂപം നൽകിയിരുന്നു. 3 അന്വേഷണ ഉദ്യോഗസ്ഥർ അടങ്ങുന്ന ഒരു SITക്കാണ് യോഗി ആദിത്യനാഥ് സർക്കാർ രൂപം നൽകിയിരുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതിക്ക് ഒരു കത്ത് ലഭിച്ചിരിക്കുന്നത്. അതായത് ഒരു ലെറ്റർ പെറ്റീഷൻ അഭിഭാഷകനായ അനൂപ് കുമാർ അവസ്ഥി എന്ന വ്യക്തിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കോടതി സ്വമേധയാ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നും കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നുമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ് അയോധ്യയിലെ രാമക്ഷേത്രം. അവിടെ ലഭിക്കുന്ന ഫണ്ടുകൾ ഇങ്ങനെ തട്ടുക, അല്ലെങ്കിൽ സംഭാവനകൾ ഇങ്ങനെ വകമാറ്റുക, അല്ലെങ്കിൽ അത് തട്ടിക്കൊണ്ടു പോവുക എന്നത് വളരെ ഗൗരവമേറിയ വിഷയമാണെന്നും അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം ആവശ്യമാണ് എന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ കത്ത് ഇപ്പോൾ ഈ അഭിഭാഷകൻ നൽകിയിരിക്കുന്നത്. ഈ കത്തിൽ ചീഫ് ജസ്റ്റിസ് എന്ത് തീരുമാനം എടുക്കുമെന്ന് വ്യക്തമല്ല. ഇതിനിടയിൽ 7 ദിവസത്തിനുള്ളിൽ ഈ ഇടക്കാല റിപ്പോർട്ട്, അന്വേഷണത്തിന്റെ ഇടക്കാല റിപ്പോർട്ട് നൽകണമെന്നാണ് SITയോട് യോഗി ആദിത്യനാഥ് സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് ഇനി 5 ദിവസം കൂടി മാത്രമാണ് ഈ ഇടക്കാല റിപ്പോർട്ട് നൽകുന്നതിനായി അവശേഷിക്കുന്നത്. ശരി, ബി ബാലഗോപാലാണ് അയോധ്യ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകി.